ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും MS കാലിക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ സംഭവമായിട്ടാണ്. അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഒരു ബാറ്ററി ഉണ്ട്, ഒരു ബോക്സ് ഉണ്ട്, ഒരു ചാർജർ ഉണ്ട് അല്ലേ. അപ്പം കാര്യമായിട്ട് ഓട്ടോറിക്ഷയിൽ ഫിറ്റ് ചെയ്യുന്ന AC ചാർജർ അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ മിനി ഇൻവെർട്ടർ, ഇതൊക്കെ ആയിട്ടാണ്. ഇതാണ് മിനി ഇൻവെർട്ടർ അല്ലെ മൈക്രോ കൺവെർട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് DC കറണ്ടിനെ AC ആക്കുന്നൊരു ഡിവൈസാണ്. ഇതിൻ്റെ വില MRPൻ്റെ മുകളിൽ വരുന്നത് 1175 ഞെട്ടണ്ട, അത്രയൊന്നുമില്ല, ചെറിയ പൈസയുള്ളൂ. ഞാനത് വാങ്ങിച്ചത് 700 രൂപക്കാണ്. സൂപ്പർ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ സാധനമാണ്. ഇത് കോഴിക്കോട് വാങ്ങിച്ച സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പാലാണ്. പുതിയ പാലത്തിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് സംഭവം ഓൺലൈനിലൊക്കെ കിട്ടാനുണ്ട്. കോഴിക്കോട് അല്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഓൺലൈനിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ബാറ്ററിയും ചാർജറും എന്തിനാണ് നിങ്ങൾ നോക്കുന്നുണ്ടാവും. അപ്പോൾ ഈ സാധനം ഒന്ന് തുറന്നിട്ട് ഇതിൽ എന്തൊക്കെ ഉള്ളതെന്നും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം ഇത് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനൊരു ഡിവൈസ്, ഇതൊരു മാഗ്നറ്റൊക്കെ കണക്ട് ചെയ്യാമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിലാകെ വരുന്നത് 2 വയർ മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. പിന്നെ ഇതിൽ USB ചാർജർ ഉണ്ട്. അതുപോലെ സാധാ ചാർജർ കണക്ട് ചെയ്യാം. ലാപ്ടോപ്പോ അങ്ങനെയുള്ള സംഗതികളൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഏകദേശം ഒന്ന് കാണിച്ചു തരാം അതിൻ്റെ രൂപം എങ്ങനെയാണെന്നുള്ളത്. അപ്പം സിമ്പിളാണ്. ഈ 2 വയർ ബാറ്ററിൻ്റെ പ്ലസ്സിലും മൈനസിലും മാറിപ്പോവാതെ കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ മതി. ബ്ലാക്ക് അതിൽ മൈനസ് കൊടുക്കുക, ഇത് ചുവപ്പ് പ്ലസ്സിലും കൊടുക്കുക. എന്നിട്ട് ചാർജർ കണക്ട് ചെയ്ത് മൊബൈൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് കയറും. നമുക്ക് ആ കണക്ട് ചെയ്യുന്ന ഇതിലേക്ക് പോവാം. അപ്പോൾ നമ്മളെ ചാർജർ ഇതാണ്. 6 മാസം വാറണ്ടിയൊക്കെ തരുന്നുണ്ട്. പിന്നെ ഇതിന് ബ്ലാക്കും ഇതും വയറാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്വിച്ച് ഓൺ ഓഫ് പൊസിഷൻ ഉണ്ട്. ഞാൻ ഓൺ ആക്കിയിട്ടാണ്, കാരണം എല്ലാം കൂടി അപ്പുറം ചെയ്യാൻ കഴിയില്ല, എവിടെയും സെറ്റ് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ അതേപോലെ ഇത് മൊബൈൽ ചാർജ് കുറവാണ്. മൊബൈൽ ഇവിടെ ചാർജർ കണക്ട് ചെയ്ത് ശേഷം ഇവിടെ ഇങ്ങനെ വെക്കുകയാണ്. വീട്ടിലായിരിക്കും. പിന്നെ ഇവിടെ വെച്ചതിന് ശേഷം നെഗറ്റീവ് ഇവിടെ കൊടുത്ത് പോസിറ്റീവ് ഇവിടെയും കൊടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ചാർജറിൻ്റെ മുകളിൽ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. മൊബൈൽ ചാർജിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ സ്വിച്ച് ഓഫായി കഴിഞ്ഞാൽ ഈ ലൈറ്റ് പോവും. അതേപോലെ ചാർജിങ് നിൽക്കും. പിന്നെ അതേപോലെ USB-യിലും ചാർജ് ചെയ്യാൻ പറ്റും. USB കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാം. അപ്പോൾ ഇത് ഡീസൽ വണ്ടികളിൽ മാത്രം ഇതേപോലെയുള്ള ബാറ്ററിയിൽ കണക്ട് ചെയ്ത് മാത്രമല്ല, ഇലക്ട്രിക് വണ്ടിയിലും ചെയ്യാൻ പറ്റും. ഇലക്ട്രിക് വണ്ടിൻ്റെ ഡാഷ്ബോർഡിന് മുന്നിൽ 12 വോൾട്ട് ഒരു കേബിളുണ്ട്. ആ കേബിളിലേക്ക് ഇത് കണക്ട് ചെയ്താൽ മതി. ഒരിക്കലും വയർ കട്ട് ചെയ്ത് കണക്ട് ചെയ്യരുത്. ക്ലിപ്പ് ഉണ്ടാകും, ആ ക്ലിപ്പ് ഇട്ട് മാത്രമേ ഉള്ളൂ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് തൊടാൻ പോയി കഴിഞ്ഞാൽ നമുക്കത് ഒന്ന് കൈ വീണ്ടും എടുത്തിട്ട് അടുത്തോളം ചാർജിങ് നിന്ന് വീണ്ടും കണക്ട് ചെയ്യുന്ന നേരം ചാർജിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 രൂപത്തിൽ ചാർജ് ചെയ്യുക. ഇതിൽ തന്നെ USB ഉണ്ട്, അതുവഴി ചെയ്യാം. നമ്മളെ ചാർജർ വഴിയും ചാർജ് ചെയ്യാൻ പറ്റും.